കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവമൊരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഫിലിപ്പിയലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. സുവിശേഷ നിമിത്തം റോമിലെ വീട്ടുതളങ്ങളിൽ ഒരു കരം റോമൻ പടയാളിയുടെ കരങ്ങൾ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി കഴിയുന്ന പൗലോസ് വിചാരപ്പെടാൻ തനിക്കധികമുണ്ട്, എന്നാൽ തന്നെ ശക്തനാക്കുന്നവന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് നമ്മോട് പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന്. അരുത് എന്ന് യേശു പറഞ്ഞിരിക്കുന്ന 1-2 ഭാഗങ്ങളൂടെ ഓർപ്പിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഹൃദയം തകർന്നുകൊണ്ടിരിക്കുന്ന, ഹൃദയത്തിൽ വേദനയേറ്റ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന്. അധൈര്യപ്പെട്ട ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ അധൈര്യപ്പെടരുത്. ഭയപ്പെട്ട ശിഷ്യന്മാരോട് പറയുന്നു, ഭയപ്പെടരുത്. അതെ, ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഹൃദയഭാരവും അതുപോലെ ഭയപ്പെടുന്ന സാഹചര്യങ്ങളും നമ്മുടെ ധൈര്യം ക്ഷയിക്കുന്ന ചില മേഖലകളും അതിലൂടെ നാം കടന്നു പോകുമ്പോൾ സകലത്തെയും ജയിച്ച നമ്മുടെ ആത്മനാഥന്റെ വാക്കുകളിൽ നാം വിശ്വസിക്കുകയും അതിലൂടെ നാം ബലവും ധൈര്യവും ശക്തിയും ഏറ്റെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ഏത് ഭയങ്ങളെയും വിജയിക്കുവാൻ നമുക്ക് ശക്തി ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. പലതിനെ ചൊല്ലി വിചാരപ്പെട്ട ലാസറിന്റെ സഹോദരിയായ മാർത്തയോട് യേശു പറയുന്നുണ്ട്, മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നുണ്ട്, എന്നാൽ അങ്ങനെ വിചാരപ്പെട്ടിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അതെ, പലതിനെ ചൊല്ലി വിചാരപ്പെടുന്ന, പല പ്രശ്നങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന, പ്രതിസന്ധികളെ ഓർത്ത് വിചാരപ്പെടുന്ന ദൈവമക്കളെ, നമ്മളോട് കർത്താവ് പറയുന്നു, മകളെ, മകനെ, ആ വിഷയത്തെക്കുറിച്ച് നീ വിചാരപ്പെടേണ്ടിയ കാര്യമില്ല. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുന്നു, വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് 1 മുഴം കൂട്ടുവാൻ ആർക്ക് കഴിയും? ശരിയല്ലേ? നാം വിചാരപ്പെട്ടാൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യുവാൻ കഴിയും? നമ്മെ കൊണ്ടൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. വിചാരപ്പെടുന്നത് കൊണ്ട് നമ്മുടെ മനസ്സ് തകരുന്നു, രോഗങ്ങൾ നമ്മളെ ബലഹീനമാക്കുന്നു, പലവിധമായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. എന്നാൽ നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ഭാരങ്ങളും ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചാൽ പരിഹാരം നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട് എന്നുള്ളതാണ്. യേശു പറയുന്നു, മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ, ആകയാൽ എന്ത് തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും അത്യാവശ്യമായ ഘടകങ്ങളാണല്ലോ ഭക്ഷണം, പാനീയം,
വസ്ത്രം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടരുത്, വിചാരപ്പെടരുത്. പോറ്റുവാനും പുലർത്തുവാനും കഴിയുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്ക് ഉയരത്തിലുണ്ട്. നമ്മളെ പോറ്റുവാൻ പുലർത്തുവാൻ കഴിവുള്ള ഒരു സ്വർഗീയ പിതാവ് നമുക്ക് ഉയരത്തിലുണ്ട്. ആ പിതാവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ നാം സ്തോത്രത്തോടെ പറയുമ്പോൾ, ആകാശത്തിലെ കിളിവാകളെ തുറന്ന് കക്കയാൽ ഏലിയാവിനെ പോറ്റിയതുപോലെ എന്നെയും നിങ്ങളെയും പോറ്റുവാൻ വിശ്വസ്തനാണ്. കരിത്തോട്ടിലെ വെള്ളം വറ്റും, കാക്കയുടെ വരവ് നിൽക്കും, എന്നാൽ പോറ്റുവാനും പുലർത്തുവാനും കഴിവുള്ള ഒരു ദൈവം നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട് എന്നുള്ളതാണ്. ആ ദൈവം പ്രശ്നങ്ങളുടെയും ഭാരങ്ങളുടെയും മധ്യത്തിൽ, വേദനകളുടെ മധ്യത്തിൽ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മെ ആശ്വസിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് വിചാരങ്ങൾ, ചിന്താകുലങ്ങൾ, ഭാരങ്ങൾ ഇവയിൽ പതറിപ്പോകാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം വിഷയങ്ങളെ വെക്കുക എന്നുള്ളതാണ്. അത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ ചിന്താകുലങ്ങൾ ഉള്ളവരായിരിക്കുന്നത്, ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഹൃദയം നുറുക്കപ്പെട്ടവരായിരിക്കുന്നത്, അതേ വചനം പറയുന്നു, നിങ്ങൾ ഭാരപ്പെടരുത്, ദൈവത്തിൽ ആശ്രയിക്കൂ. പൗലോസിന്റെ ജീവിതത്തിൽ പലതിനെ കുറിച്ച് തനിക്ക് വിചാരപ്പെടാനായിട്ടുണ്ട്. എങ്കിൽ പോലും താൻ അവിടെ പറയുകയാണ്, വിചാരപ്പെടരുത്, നമ്മുടെ ദൈവം എല്ലാത്തിനും പരിഹാരമാണ്. അതുകൊണ്ട് നാം വിചാരപ്പെടുന്നതിന് പകരം നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ വിഷയങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ പ്രാർത്ഥനയോടുകൂടെ, സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഹൃദയത്തിൽ അവൻ തരുന്ന സമാധാനം വലുതാണ്. വിചാരപ്പെടുന്ന വിഷയങ്ങളിൽ സമാധാനം, ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ സമാധാനം, ഹൃദയം നുറങ്ങിയിരിക്കുന്ന മേഖലകളിൽ സമാധാനം, എല്ലാ വിഷയങ്ങളിലും പരിഹാരമൊരുക്കിക്കൊണ്ട് സന്തോഷവും സമാധാനം ഒരുക്കി തരുവാൻ കഴിവുള്ളവനായ നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഈ വചനത്തെ നമുക്ക് ഏറ്റെടുക്കാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, കരുതുവാനും കാക്കുവാനും പോറ്റുവാനും പുലർത്തുവാനും കഴിവുള്ള കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കൂ. അവൻ നിങ്ങളെ സഹായിക്കും. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. അവർ ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്ന വിഷയമെന്തോ അതിന്മേൽ നിന്റെ പ്രവൃത്തി അയച്ച് നിന്റെ ജനത്തെ ബലപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ചെറിയ വചനങ്ങളാൽ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ കർത്തൃസൂക്ഷിയിൽ പാസ്റ്റർ കെ ക്രൂശിൽ ഞാൻ കാണുന്നു തേജസ്സിന്റെ പൊന്മുഖം, ആ സ്നേഹത്തെ ഞാൻ കാണുന്നു. നാഥന്റെ കണ്ണുകളിൽ, നാഥന്റെ കണ്ണുകളിൽ